ഒട്ടുമിക്ക വീടുകളിലെയും ഒരു പ്രധാന പ്രശ്നമാണ് നിറഞ്ഞൊഴുകുന്ന വാട്ടർ ടാങ്കുകൾ. ടാങ്കിൽ എത്രത്തോളം വെള്ളമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ മോട്ടർ ഒന്ന് ഓഫ് ചെയ്യാമായിരുന്നു, അല്ലേ? ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് അറിയാനുള്ള ഒരു അടിപൊളി ട്രിക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാം. ഏതൊരു സാധാരണക്കാരനും സോൾഡറിങ് അയൺ പോലും ഉപയോഗിക്കാണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഐഡിയയാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. സാധാരണ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ സർക്യൂട്ടിനെ പോലെ ഇതിന് ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും ഒന്നും ആവശ്യമില്ല. ഇതിന് വേണ്ടത് ഒരു റിബൺ വയർ, പിന്നെ കുറച്ച് LED കളും, പിന്നെ ഒരു ബാറ്ററിയും. ഇത് 12 വോൾട്ടിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷേ 9 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രവർത്തന തത്വം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനെ സംബന്ധിച്ച് വേറൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. നമുക്കറിയാം, ഒരു LED ബൾബ് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഈ ഒരു LED കുറഞ്ഞ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നതാണ്. ഏകദേശം 3 വോൾട്ട് വരെ ആയിരിക്കും ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ്. ഈ ഒരു ബാറ്ററിയിലാണെങ്കിലോ 12 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റെസിസ്റ്ററുകളാണ്, അല്ലേ? ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചുകൊണ്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതിലൂടെ വൈദ്യുതി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഞാൻ മീറ്ററിൽ 200K സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രോബുകൾ രണ്ടും ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഒരു 80-72 കണ്ടോ, അത് ചേഞ്ച് ആവുന്നുണ്ട്. എങ്കിലും ഏകദേശം ഒരു 100Kയുടെ ഉള്ളിലായിട്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റി കിട്ടുന്നുണ്ട്. വെള്ളത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നേരത്തെ റെസിസ്റ്റർ ഉപയോഗിച്ച ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഈ ഗ്ലാസ്സിലെ വെള്ളം കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനായി ഞാൻ ഒരു വയർ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു തല ഈ ഒരു ബാറ്ററി നെഗറ്റീവുമായിട്ട് സോൾഡർ ചെയ്യുന്നു. അതിനുശേഷം മറുതല ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കുന്നു. ഇനി വേറൊരു വയർ എടുത്തുകൊണ്ട് ഈ ഒരു LED നെഗറ്റീവ് പോയിന്റിൽ സോൾഡർ ചെയ്ത് അതിൻ്റെ തലയും ഈ ഒരു വെള്ളത്തിലോട്ട് ഇറക്കുന്നു. ഇപ്പോൾ LED പ്രകാശിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഈ ഒരു വെള്ളം ഒരു റെസിസ്റ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇങ്ങനെ പ്രകാശിക്കുന്ന ഈ ഒരു LED എത്ര വോൾട്ടേജ് ഇപ്പോൾ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മീറ്റർ വെച്ചൊന്ന് അളന്നു നോക്കാം. ഇവിടെ 2.33 വോൾട്ട് ഈ ഒരു LED എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് സാധാരണയായി ഒരു LED വർക്കിംഗ് വോൾട്ടേജ് ആയതിനാൽ ഈ ഒരു വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് LEDക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ബേസിക് തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി നമ്മൾ ഈ ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ നിർമ്മിക്കാൻ പോകുന്നത്. എത്രത്തോളം LED ഉപയോഗിക്കുന്നുണ്ടോ അത്രത്തോളം ലെവലുകളും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ഒരു കോപ്പർ കമ്പി എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു തല ഈ ഒരു ബാറ്ററി പോസിറ്റീവുമായിട്ട് സോൾഡർ ചെയ്യുന്നു. ഇനി ഈ ഒരു LED എല്ലാം പോസിറ്റീവ് ലെഗ് ഈ ഒരു കോപ്പർ കമ്പിയിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇനി നേരത്തെ എടുത്തു വെച്ച ഈ ഒരു റിബൺ വയർ ഉണ്ടല്ലോ, ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെരിച്ച് കട്ട് ചെയ്യണം. ഇവിടെ ഏറ്റവും താഴെയായിട്ട് കാണുന്ന കളർ ബ്ലാക്ക് ആണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ബ്ലാക്കിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് പോയിന്റിലേക്ക് സോൾഡർ ചെയ്യണം. അതിനുശേഷം ബ്ലാക്കിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ആ ഒരു കളറ് ബ്രൗൺ ആണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ബ്രൗണ് ഈ ബാറ്ററിയുടെ ഏറ്റവും താഴെയുള്ള ആ ഒരു LED സോൾഡർ ചെയ്യുക. തുടർന്ന് അതിന് മുകളിലായിട്ട് വരുന്ന ഓരോ കളറുകളും അതിൻ്റെ മുകളിൽ വരുന്ന LED ക്രമേണ ജോയിൻ ചെയ്യുക. ഇനി ഈ ഒരു ഗ്ലാസ് എടുത്തു വെച്ചുകൊണ്ട് അതിലേക്ക് ഈ ഒരു വയർ ഇറക്കി വെക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ കണ്ടോ LED പ്രകാശിച്ചു വരുന്നത്? നമ്മൾ നേരത്തെ ആ ഒരു LED കത്തിച്ച ആ ഒരു ബേസിക് തത്വം അനുസരിച്ചാണ് ഇവിടെ ഈ ഒരു LED പ്രകാശിക്കുന്നത്. ഈ ഒരു റിബൺ വയറിൻ്റെ ഏറ്റവും താഴെയുള്ളത് ബ്ലാക്ക് വയറാണ്, അല്ലേ? ഈ ഒരു ബ്ലാക്ക് വയറിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് ചാർജ് വെള്ളം വീഴുന്നതിനനുസരിച്ചായിരിക്കും മറ്റുള്ള ആ ഒരു വയറുകളിലെ കമ്പികളിലേക്ക് ടച്ച് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള LED പ്രകാശിച്ചു തുടങ്ങുന്നത്. ഇതാണ് ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ അടിസ്ഥാന തത്വം. ഇവിടെ ഈ ഒരു LED വരുന്ന ചെറിയ വോൾട്ടേജിനെ സ്വിച്ചിങ് സർക്യൂട്ടുകളിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് വലിയ കറണ്ട് എടുക്കുന്ന മോട്ടോറുകളും അലാറങ്ങളും എല്ലാം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരിക്കലും SMPS പവർ സപ്ലൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുക. കാരണം നിർഭാഗ്യവശാൽ SMPS പവർ സപ്ലൈകളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അത് വെള്ളത്തിലേക്ക് പകരുകയും നമുക്ക് ഷോക്ക് അടിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഏറ്റവും അനുയോജ്യമായത് ബാറ്ററി തന്നെയാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. വെള്ളത്തിൻ്റെ റെസിസ്റ്റിവിറ്റി അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾക്കനുസരിച്ച് മാറ്റം വരാം.
സാധാരണ കിണറിലെ വെള്ളത്തിനെ അപേക്ഷിച്ച് ശുദ്ധജലത്തിന് റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. അതുപോലെ മലിനജലത്തിൽ റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും. ഇത് ഇതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതിനാൽ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിക്കുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റി കുറവാണെങ്കിൽ ഈ ഒരു LED കൂടുതൽ ബ്രൈറ്റിലേക്ക് പോവുകയും അത് കംപ്ലൈൻ്റ് ആവാനും സാധ്യതയുണ്ട്. ഈ പോരായ്മകളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ സർക്യൂട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.